രാജലേശ്വരായ നമോ. അപ്പോൾ ഈശാനലിംഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. കുബേരലിംഗത്തിൽ നിന്ന് ഇടുക്കുപിള്ളയാർ സന്നിധി കണ്ടിട്ട് നമ്മൾ ഈശാനലിംഗത്തിലേക്ക് നമ്മുടെ പരിക്രമണം തുടരുകയാണ്. ഇവിടെയൊക്കെ മല കാണാം കേട്ടോ. പക്ഷേ ഇപ്പോൾ മലയൊക്കെ ഇവിടെ കാണാം. പക്ഷേ ഇപ്പോൾ ഇതായതുകൊണ്ടാണ് പകൽ സമയത്തൊക്കെ കാണാം ആണെങ്കിൽ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ, എന്തെങ്കിലും വൈബ് കിട്ടുകയാണെങ്കിൽ നോക്കൂ കേട്ടോ. മല പലർക്കും ചില അതിൻ്റെ കഴിവുകളുള്ള കുറേ പേര് കോണ്ടാക്റ്റിലുണ്ട്. ഇതൊക്കെ ഇതാകട്ടെ. അപ്പോൾ ഇത് മലയുടെ ഭാഗമാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഈശാനലിംഗത്തിൻ്റെ പ്രത്യേകത, ഈശാനൻ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ. പരമേശ്വര ലിംഗത്തിൻ്റെ ഇതാണ്. ടെമ്പിൾ 2 കിലോമീറ്റർ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അമ്പലത്തിലേക്ക് 2 കിലോമീറ്റർ ഉണ്ടെന്ന്. നമ്മൾ ഈശാനലിംഗം ഇപ്പോൾ ഇവിടെ നിന്ന് റൈറ്റിലോട്ട് അല്പം തിരിയും. ഇവിടെ കടകളൊക്കെയാണ്. അതുകൊണ്ട് ഇടയ്ക്ക് മൗനസിദ്ധരുടെ ഒരു ആശ്രമമുണ്ട്, അത് മിസ്സായി. ഈ ഭാഗത്ത് എവിടെയെങ്കിലാണ് എന്താണെന്ന് അറിയില്ല. മൗനസിദ്ധരുടെ ഒരു ഇത്, പക്ഷെ അവിടെ വീഡിയോ അവർ അനുവദിക്കുകയില്ല. പക്ഷെ നടക്കുന്നിടയ്ക്ക് അത് ഞാൻ ശ്രദ്ധിച്ചില്ല, അതും പറയാം. മൗനസിദ്ധർ അദ്ദേഹം 20 വർഷത്തിന് മേലായി ആരോടും സംസാരിക്കുന്നില്ല. ഇവിടെ കണ്ട ഒരു പാറ ഇരിക്കുന്നത് കണ്ട, ഇവിടെ ആരോ കിടക്കുന്ന പോലുള്ളൊരു പാറ, ഇവിടെ ഒരു ക്ഷേത്രം. ഇതൊരു പ്രത്യേകത കാണുന്ന ആ പാറയ്ക്ക് കേട്ടോ. സ്കാൻസ് ഡയഗ്നോസ്റ്റിക് ഉണ്ട്, അകത്തേക്ക് വെച്ചിട്ടാണ്. നാച്ചുറൽ പാർക്കിംഗ് ഏരിയ ആണെന്ന് തോന്നുന്നത്. നമ്മൾ കുബേരനിൽ നിന്ന് ഈശാനനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിനൊരു വേറൊരു അർത്ഥതലമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വരുണനായി അവിടെ നിന്ന് കാര്യം നമ്മുടെ ജീവിത ചക്രമാണത് കാണിക്കുന്നത്. വരുണൻ ജന്മം കൊണ്ട് അവിടെ നിന്ന് പിന്നെ എന്താണ് വായുവായി, വരുണൻ ഗർഭപാത്രം വായുവായി, അവിടെ നിന്ന് ശ്രമങ്ങളിലൂടെ കുബേരൻ ആയിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണമായാലേ മോക്ഷം എന്ന് പറഞ്ഞ തലത്തിലെത്തുകയുള്ളൂ. അത് കഴിഞ്ഞാണ് ഈശാനനിലേക്ക് പോണത്. അപ്പോൾ ഈ അഷ്ടദിക്പാലക സങ്കല്പം ആ രീതിയിലുള്ളതാണ്. ഇത് വലിയ ഇതില്ല കേട്ടോ ഈ ഹോട്ടലിൽ. ഞങ്ങൾ കയറിയതാണ്. കയറിയിട്ട് ബോർഡ് ഭയങ്കര, പക്ഷേ ഞങ്ങളുടെ അനുഭവം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ശ്രീനാരായൺ ബി പൈ അദ്ദേഹത്തിൻ്റെ അച്ഛൻ, എൻ്റെ ഇളയ മകനൊക്കെ വന്നപ്പോൾ ചെറുതായിട്ട് അത് പറയുന്നെന്നുള്ളതേ ഉള്ളേ. ഒന്നായിട്ട് ചെയ്യേണ്ട നമ്മുടെ അനുഭവം ഷെയർ ചെയ്യുന്നെന്നുള്ളതേ ഉള്ളൂ. ഇന്നലെ കഴിച്ച അമ്പലത്തിൻ്റെ മുമ്പിലുള്ള അഭിരാമി എന്ന് പറഞ്ഞ അടുത്തെന്നാണ്. ഇന്നിപ്പോൾ വണ്ടി ഞങ്ങൾ വടക്ക് വശത്ത് ഇട്ടിരിക്കുക, അമ്പലത്തിൻ്റെ വടക്കേ ഗോപുരത്തിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട്. അപ്പോൾ അത് വേറൊരു വഴിയിൽ കൂടി പോയി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തമിഴ്നാടല്ലാത്ത വണ്ടികൾ കണ്ടാൽ അവർ അങ്ങനെ കൂടി വിടുകയില്ല പോലീസ്. പിന്നെ അത് വേറെ മുലപ്പാൽ തീർത്തെന്ന് പറഞ്ഞ് ഇതിട്ട് അങ്ങനെ കൂടി പോയപ്പോൾ അങ്ങോട്ട് പോകാനുള്ള വഴികൾ. അപ്പോൾ ചില കാറുകളൊക്കെ അങ്ങോട്ട് വരുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങളിങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പോൾ അത് ഇത് വിട്ടപ്പോൾ ക്ലിയറായി. പേരാലാണെന്ന് തോന്നുന്നത്. ഇത് വള്ളിയൊക്കെ തൂങ്ങിക്കിടപ്പുണ്ട്. നമ്മൾ വടക്ക് കിഴക്കേ മൂലയിലേക്ക് എത്തുകയാണ് കേട്ടോ.
4 മിനിറ്റായി. ഇതിന് പുറകിൽ മല കാണാവേ. പുറകിൽ എന്ന് പറഞ്ഞാൽ ആ സൈഡിൽ മല കാണാം. വടക്ക് വശത്ത് മല ചില ഭാഗങ്ങളിൽ നന്നായിട്ട് കാണാം. കെട്ടിടങ്ങളൊന്നും വന്നിട്ടില്ല. കെട്ടിടങ്ങളുണ്ടെങ്കിൽ തന്നെ മലയുടെ മേൽക്കൂട് കാണുന്ന രീതിയിൽ ഇതുണ്ട്. എന്താ ചന്ദ്രൻ്റെ ഇത് വന്നില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ മല ഇറങ്ങി കാണായിരുന്നു. ഇവിടെ എത്തുന്നു. ഇവിടെ നിന്ന് റൈറ്റിലോട്ടൊരു ടേണിംഗ് ആണ്. ആ ടേണിങ്ങിൽ പോയിട്ട് ഞാൻ തൽക്കാലം ഓഫ് ചെയ്തിട്ട് കുറച്ച് മുന്നോട്ട് പോയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു 300-400 മീറ്റർ ഇടയ്ക്കിടയ്ക്ക് മിസ്സാകുന്നെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് വരാണ്ട് ഈ പ്രധാനമുള്ള സ്ഥലങ്ങൾ കാണിക്കുക കേട്ടോ. കംപ്ലീറ്റ് കാണിക്കുന്നില്ല. ഒരു 10 കിലോമീറ്റർ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. 14 കിലോമീറ്ററിലും പ്രധാനപ്പെട്ട 10 കിലോമീറ്ററിൽ കവർ ചെയ്യുന്നുണ്ട്. 10 കിലോ അതിൽ മിസ്സായത് മൗനസിദ്ധരുടെ മാത്രമാണ്. അതിൽ ദയവ് ചെയ്ത് ക്ഷമിക്കുക. എൻ്റെ ഇനി വരുമ്പോൾ ഇത് ചെയ്യാം കേട്ടോ. അത് മൗനസിദ്ധരുടെ ശരിക്ക് എവിടെയാണതെന്ന് കറക്റ്റ് എനിക്ക് അറിയില്ല. അതാണ് പറ്റിയത്. മൂക്കിപ്പിടി സിദ്ധരുടെയൊക്കെ അത് നല്ല ബോർഡുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. ഇപ്പോൾ ശ്രീലിംഗം റെസിഡൻസി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് DMKയുടെ കൊടിയാണെന്ന് തോന്നുന്നത്. ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യും. ഇപ്പോൾ വടക്ക് കിഴക്കേ മൂലയിൽ നിന്ന് റൈറ്റിലോട്ട് തിരിയുകയാണ് നമ്മൾ. വടക്ക് കിഴക്കേ മൂലയിൽ നിന്ന് റൈറ്റിലോട്ട് തിരിയും. കടകൾ ഇതെല്ലാം കണ്ട് ഒരാൾ ബൈക്കിൽ പോകണമുണ്ട്. മൊബൈൽ കൈ വെച്ച് സംസാരിച്ച് ഇടയ്ക്ക് തല തിരിച്ച് വെച്ച് 2 കൈയും പിടിച്ചൊക്കെയാണ് പോണത്. ഇവിടെയൊന്നും നമ്മുടെ അവിടുത്തെ പോലെ ക്യാമറ ഇല്ലയെന്ന് തോന്നുന്നു. നമ്മുടെ അവിടെയൊക്കെ AI ക്യാമറയൊക്കെ ഉണ്ട് കേരളത്തിൽ. ഇത് കണ്ട റോങ് സൈഡിൽ എടുക്കുന്ന കണ്ട കാറ് ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയുണ്ട്. അവർക്ക് ടേണിങ് എടുക്കാൻ മേല. ഇതാണ് അവസ്ഥ. റോങ് സൈഡിലൊക്കെ എടുക്കും. ക്യാമറ കാണുന്നതുകൊണ്ടാണ് കുറച്ചെങ്കിലും സ്ലോ ആക്കുന്നതെന്ന് തോന്നുന്നു ചില ആൾക്കാർ. റൂംസ് അവൈലബിൾ ധന്യ. അപ്പോൾ ഇപ്പോൾ 8 മിനിറ്റ് ആവുന്നു. ഇവിടെ ഒരു നന്ദികേശനെ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ മൂലയ്ക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു തിരുപ്പതി ഭഗവാന്റെ ഒരു നാമമാണ് വെച്ചിരിക്കുന്നത്. ആ വിഷ്ണു ക്ഷേത്രമാണെന്ന് തോന്നുന്നു കേട്ടോ. അടച്ചിരിക്കുന്നു. അപ്പോൾ ഇത് മെയിൻ റോഡാണ്. ആ കാണുന്നത് മെയിൻ റോഡാണ്. പക്ഷേ ഗിരിവലപ്പാത ഇങ്ങനെ കൂടി പോകും. കാര്യം ഈശാനലിംഗം ഈ ഭാഗത്താണ്. സാധാരണ മെയിൻ റോഡിലാണ് ഗിരിവലപ്പാത. പക്ഷേ ഇവിടെ മാത്രം കുറച്ച് മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഗിരിവലപ്പാതയെന്ന് കാണിച്ചിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ ശ്രീ ചൈതന്യ ടെക്നോ സ്കൂൾ എന്ന് കാണിച്ചിട്ടുണ്ട്. ഗിരിവലപ്പാത. ഇത് ലെഫ്റ്റ് സൈഡിൽ ബസ് സ്റ്റാൻഡൊക്കെയാണ് കേട്ടോ. റോങ് സൈഡ് അത് ഇതൊക്കെ ഒരു ചെറിയ യൂട്ടേൺ എടുത്ത് പോയാൽ മതി. അതിനൊന്നും ആൾക്കാർക്ക് സമയമില്ല. എന്താ മൊബൈലും വെച്ച് ആണ് ഓടിക്കുന്നത് 3 പേര്. എന്താ ഇവിടെ ബസ് സ്റ്റാൻഡാണ്. ഗിരിവലപ്പാത ഇവിടെ തുടരുകയാണ്. ഇങ്ങനെ ഇവിടെ നിന്ന് നേരെ പോകുമ്പോൾ ഇനി ഈശാനലിംഗം. അപ്പോൾ ഈശാനലിംഗത്തിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യാം. തൽക്കാലത്തേക്ക് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങൾക്കും വേണ്ടി സങ്കല്പം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ. ഓൾ ദി ബെസ്റ്റ് ഓൾ. താങ്ക് യു ഓൾ. വിഷ് യു ആൾ എ ഹാപ്പി, ഹെൽത്തി, വെൽത്തി, ലോങ് ലൈഫ് വിത്ത് ഫാമിലി.